ക്രിസ്മസ് പാപ്പമാർ ഇറങ്ങാൻ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി 10,000-കണക്കിന് പാപ്പമാരാണ് നഗരം ചുറ്റാൻ പോകുന്നത്. പാപ്പമാരുടെ രജിസ്ട്രേഷനാണ് ഇപ്പോൾ. 15 ഫ്ലോട്ടുകളാണുള്ളത്. സ്വരാജ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. അവിടെ ആഘോഷം പൊടി പൊടിക്കുകയാണ്. റോഷ്നി രാജൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് റോഷ്നി. റോഷ്നി അവിടെ ക്രിസ്മസ് കളറാക്കാനായിട്ട് പോയി നിൽക്കുകയാണ്. എന്തായി ഒരുക്കങ്ങളൊക്കെ? സുജ, ഗുഡ് ഈവനിങ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിപ്പോ തൃശ്ശൂരിലെ സേക്രഡ് ഹാർട്ട് കോൺവെന്റിന് മുന്നിൽ നിൽക്കുന്നത്. നോക്കൂ, ഞാനൊരു ചെങ്കടലിന് നടുക്കിലാണ് നിൽക്കുന്നത്. ഈ കടലിപ്പോ നിശ്ചലമാണ്, പക്ഷേ അല്പസമയത്തിനകം ഈ കടൽ ഒഴുകിത്തുടങ്ങും, ഇളകിത്തുടങ്ങും. സ്വരാജ് റൗണ്ട് ചുറ്റും ഈ ചെങ്കടൽ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. അങ്ങനെ പാപ്പാഞ്ഞുമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ദിവസം തൃശ്ശൂർ ജില്ലയ്ക്ക് തന്നെ ചുവപ്പ് നിറമാണ് അല്ലേ? കണ്ടോ, ഇതാണ് ആവേശം. നോക്കി, നമ്മുടെ കൊച്ചു പാപ്പാഞ്ഞുമാരൊക്കെ ഉണ്ട്. ഹായ്, അടിപൊളിയാവോ ഇത്തവണത്തെ? പാട്ടൊക്കെ ഉണ്ടോ? വൈബാണോ? ഇപ്രാവശ്യം എടുക്കൂലേ? ഒളേരിക്കര ഫസ്റ്റ് അടിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ ഇടവകക്കാരും വന്നിങ്ങനെ മത്സരിക്കാനായി കാത്തു നിൽക്കാണ്. നമ്മൾ ആടാൻ പോവാണ്, പാടാൻ പോവാണ് അല്ലേ? നോക്കൂ, നമ്മുടെ അമ്മച്ചിമാർ ഇവിടെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. കുട്ടി പാപ്പാഞ്ഞിമാർക്കിടയിൽ ഒട്ടും ചോരാത്ത ആവേശം അല്ലേ? ആവേശം ചോരുന്നില്ല, ഫുൾ വൈബാണ്. ഇതെന്താണ് ഈ പാപ്പാഞ്ഞിമാരുടെ വേഷത്തിലല്ലാതെ ചട്ടയും മുണ്ട് ഇട്ട് ഇറങ്ങിയത്? അതല്ല, നമുക്കതൊരു ആഘോഷവും പുരാതന ഡ്രസ്സ് ഉള്ളത്. അപ്പൊ നമുക്കൊരു ആഗ്രഹം വന്നു. അപ്പൊ എല്ലാ അമ്മച്ചിമാരും കൂടി ഞങ്ങളത് ക്രോഡീകരിച്ചിട്ട് ഞങ്ങളതൊന്ന് എടുത്തതാ. പഴമയുടെ പുതുമ. ഈ ചട്ടയും കൊണ്ടൊന്നും ഓൾഡ് ഫാഷൻ ആവുന്നില്ല. അപ്പൊ ഇനി നമ്മളത് വീണ്ടും വീണ്ടും തുടങ്ങാന്ന് വിചാരിച്ചു. വീണ്ടും തുടങ്ങാം. മൊത്തം വൈബാണ്. അപ്പൊ നമ്മളിനി അങ്ങോട്ട് ഇറങ്ങുകയാണല്ലോ. അപ്പൊ ഒരു ആവേശത്തിൽ നിന്ന് തുടങ്ങും. ഒരു പാട്ടായാലോ? ഓക്കെ, പാടാം. പാടല്ലേ? അപ്പൊ ഒരു പാട്ടാവാം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ പാർത്തിരുന്നു അജബാലകൻ ദേവനാദം കേട്ടു ആമോദരായി. രാജികൾ വിടരും രാവിൽ മേഘങ്ങൾ രാവിൽ രാജകുമാരിയോടൊത്തന്ന തിങ്കൾ കലപാടി ഗ്ലോറിയ, തിങ്കൾ കലപാടി ഗ്ലോറിയ. ഒളരിക്കര ഇടവകയുടെ മാത്രം എനർജിയാണ് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. 160-ലധികം ഇടവകകള് അണിനിരക്കും ഈ സ്വരാജ് റൗണ്ട് ചുറ്റും. അപ്പോ ഒരു ഇടവകക്കാർക്ക് ഇത്രയും എനർജി ഉണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു കടൽ ഇളകി തുടങ്ങാൻ പോവുകയാണ്. 13ാമത് ബോൺ നെത്താലെ അത്രയും ആഘോഷത്തോടെ ആവേശത്തോടെ ഇനിയിപ്പോൾ പാപ്പാഞ്ഞിമാരെല്ലാം അതിനായി ഇറങ്ങുകയാണ്. ഇവിടെ ഒരുക്കങ്ങൾ, രജിസ്ട്രേഷൻ നടക്കുകയാണ്. അല്പസമയത്തിനകം 5 മണിക്ക് ഇതിന്റെ ഉദ്ഘാടനം നടക്കും. കേന്ദ്രമന്ത്രിമാരെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിമാരും എല്ലാവരും ചേർന്നുള്ള ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് അല്പസമയം തന്നെ നടക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പുതിയ മേയർ നിജി ജസ്റ്റിൻ അധ്യക്ഷയാണ്. അതുപോലെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ഉണ്ടാകും, ജോർജ് കുര്യൻ ഉണ്ടാകും. സംസ്ഥാന മന്ത്രിമാരായ കെ രാജനും ആർ ബിന്ദുവും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒക്കെ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുന്ന ഉദ്ഘാടന സമ്മേളനം അല്പസമയത്തിനകം തന്നെ തുടങ്ങുന്നതായിരിക്കും. അതിനുശേഷം ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിറങ്ങും, നമ്മളും ഒരുമിച്ച് കൂടും. ഈ കാഴ്ച, ഇതിലേറെ വർണ്ണാഭമായ കാഴ്ച, ഒരു ചെങ്കടൽ കാഴ്ചയിലേക്ക് നമ്മൾ ഇനിയും പോകും. സുജയ, ഓക്കെ റോഷ്നി, നമ്മൾ അതിനായിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ 4:30 ആയിട്ടുള്ളൂ. റോഷ്നി പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് ഒരു അരമണിക്കൂറോടെ നമ്മൾ കാത്തിരുന്നാൽ മതി. ഗംഭീര കാഴ്ചയായിരിക്കും. പാപ്പാഞ്ഞിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 പാപ്പാഞ്ഞിമാർ ഒന്നിച്ച് വരുന്ന കാഴ്ചയൊന്ന് ആലോചിച്ച് നോക്കിയേ. ക്രിസ്മസ് പാപ്പാമാരെല്ലാം കൂടി ഇങ്ങനെ ഒഴുകി പോകുന്ന, അതിനിടയിൽ നല്ല ചട്ടയും മുണ്ടൊക്കെ ഇട്ട് നല്ല വെറൈറ്റി അമ്മച്ചിമാർ കിടുവാണെന്ന് കുറെ പേര് പറയുന്നുണ്ട്.